ഹലോ ഗായ്സ്, അപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. ഇപ്പോഴാണ് മഴയ്ക്കൊരു ചെറിയ ആക്കം കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ സൈഡിൽ നിന്നൊക്കെ പറയുന്നത് എല്ലാവിടെയും പാടം, തോട് അങ്ങനെയുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ ഈ മഴയിൽ എന്തായാലും അതൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാനുള്ള എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് നോക്കാൻ ഇപ്പോഴാണൊന്ന് പുറത്തിറങ്ങാൻ പറ്റിയത്. ഇപ്പോഴാണ് ചെറിയൊരു മഴയ്ക്കൊരു കുറവ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വരാം, എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ എൻ്റെ നാടിൻ്റെ അവസ്ഥ എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് പോവുകയാണ്, നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചെക്ക് ഡാമാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഈ നടക്കുന്ന വഴിയുണ്ടല്ലോ, അത് മൊത്തം ഇന്നലെ മൂടി കിടക്കുമായിരുന്നു കേട്ടോ. അത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് കുറഞ്ഞതാണ് കേട്ടോ. ഈ തൊട്ടടുത്ത് തന്നെ കാണുന്ന അതിൻ്റെ അടുത്തുള്ളൊരു കൃഷിയാണ് കേട്ടോ. അതൊക്കെ ഇന്നലെ ഈ വെള്ളം കയറിയതിലൂടെ നശിച്ചു പോയിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നത് വെള്ളം തടഞ്ഞു നിർത്താനുള്ള ഷട്ടറാണ് കേട്ടോ. ഷട്ടറിൻ്റെ സ്ലാബാണ് കേട്ടോ. അതൊക്കെ ഇന്നലെ ഈ വെള്ളത്തിൽ ഒലിച്ചു പോയി കേട്ടോ. അത്രയും വെള്ളമായിരുന്നു ഇന്നലെ. ഇത് അതിൻ്റെ അവിടെയുള്ള കൃഷി സ്ഥലങ്ങളാണ് ഒക്കെ ഈ വെള്ളം കയറി നശിച്ചു പോയിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന റോഡുണ്ടല്ലോ, അത് മൊത്തം ഇന്നലെ വെള്ളം നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഒരു ചാല് മാത്രമായിട്ട് ഒഴുകി പോകുന്നുണ്ട്. ഇത് ഈ കാണുന്ന പാലുണ്ടല്ലോ, അത് നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ടൗണിലേക്ക് എത്താനുള്ള ഏക വഴിയാണ് കേട്ടോ. ഇതൊന്നും ഇന്നലെ തീരെ കണ്ടായിരുന്നില്ല. ഇപ്പോൾ വെള്ളം നല്ല കുറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ മൊത്തം ഈ പാലൊന്നും കണ്ടായിരുന്നില്ല. ദൂരെ നോക്കിയൊരു കടൽ പോലെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് നല്ല കുറവുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നും. പക്ഷേ ചില കാഴ്ചകൾ ചില സമയത്ത് മനോഹരമായിരിക്കും, പക്ഷെ ചില സമയത്ത് നമുക്കത് ഭയാനകമായിരിക്കും കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായ സ്ഥലമുണ്ട് കേട്ടോ. പാടം, ഡാം, തോട്, കൃഷി, എല്ലാവരും കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇന്നലെ വെള്ളം കയറി നശിച്ചു കേട്ടോ. ഞാൻ നിൽക്കുന്ന ഈ പാലത്തിൻ്റെ കാലൊക്കെ ഇളകി കിടക്കുകയാണ് കേട്ടോ. ഇത് അതിൻ്റെ അടുത്തുള്ള ഈ വഴുതിരിങ്ങ, വെണ്ടയ്ക്ക കൃഷി നടത്തുന്ന സ്ഥലമാണ് കേട്ടോ. അതൊക്കെ വഴുതിരിങ്ങ ആയതുകൊണ്ട് ഒരുപാടൊന്നും പോയില്ല, എന്നാലും കുറേ പോയി. അങ്ങനെ ഒരുപാട് കൃഷികൾ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ നാടിൻ്റെ അവസ്ഥ. നിങ്ങളുടെ നാടിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.